നല്ല സിനിമയാണ്. ഫാമിലി സിനിമയാണ്. എല്ലാവരും പ്രേക്ഷകരെല്ലാം തിയേറ്ററിൽ വന്ന് കാണണം. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, പുരുഷന്മാർക്ക് വേണ്ടി കൂടി സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട സബ്ജക്റ്റാണ്. എല്ലാവരും വരണം, എല്ലാവരും തിയേറ്ററിലേക്ക് വരണം. സന്തോഷം. അതാ കഥാപാത്രത്തിൻ്റെ പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് മൂവി വളരെ ഇഷ്ടമായി. മൂവി ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണല്ലോ പറഞ്ഞേക്കുന്നത്. നമ്മൾ പറയാത്തൊരു സബ്ജക്റ്റാണ്, പക്ഷെ പറയാൻ പലരും ഇത് ശരിയാണല്ലോ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. കണ്ടു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയും ചെയ്യാൻ ഇതിങ്ങനെ നടക്കുന്നുണ്ട് നാട്ടിൽ, അല്ലേ? നിങ്ങൾ കണ്ടല്ലേ? ശരിയല്ലേ? ഇങ്ങനെ നടക്കുന്നില്ലേ? അത് ആരെ കളിയാക്കാനൊന്നും അല്ല പറഞ്ഞത്, അത് സത്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് എല്ലാ മേഖലയും നന്നായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആഭ്യന്തര കുറ്റവാളി എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും കാണുക, വിജയിപ്പിക്കുക, നല്ല അഭിപ്രായങ്ങൾ പറയാം. ഓഡിയൻസ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത ഷോ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ആസിഫിക്കായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര നന്നായിട്ട് നമ്മൾ എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട്. പ്രേക്ഷകരോട് എല്ലാവരോടും ഇത് കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് കണ്ടിട്ട് താങ്ക് യു ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. അതെ, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. അതെ, വളരെ സന്തോഷം. കുറേ കാലത്തെ കാത്തിരിപ്പാണ്. ഇത് കുറച്ച് നീണ്ടുപോയിരുന്നു ഈ മൂവി. അപ്പോൾ ഇപ്പോൾ ഫൈനലി ഇറങ്ങിയതിൽ ഭയങ്കര സന്തോഷം. ഇനി ഇത് കൂടുതൽ ഓഡിയൻസ് കാണട്ടെ, അവർ ബാക്കി അഭിപ്രായം പറയട്ടെ. എല്ലാവരും ഫേവറേറ്റ്സ് തന്നെ. പക്ഷേ ആസിഫ് അലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എത്രയായാലും ഉണ്ട്. ഭയങ്കര ഒരുപാട് സന്തോഷം. പ്രേക്ഷകരെല്ലാവരും കാണണം. സ്ത്രീയും പുരുഷനും എല്ലാ ഫാമിലിക്ക് ഏറ്റവും പറ്റിയൊരു സിനിമ. ഇത്രയും നാൾ കാത്തിരുന്നെങ്കിലും ഒരുപാട് സന്തോഷം തരുന്നൊരു സിനിമ. അതാണ് ഞാൻ ഭയങ്കര ഹാപ്പി. ആവേശം കൊണ്ടുണ്ടായതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ആവേശത്തിന് ശേഷം ആദ്യം വന്ന സിനിമയാണിത് എനിക്ക്. ഞാൻ ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഐ എം ഗെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിലാഷം വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ലതായിരിക്കും. കാരണം അത്രയ്ക്കും ഒരു നല്ലൊരു കഥ, നമുക്ക് അറിയാവുന്നത് നമ്മുടെ ചുറ്റോട്ടം നടക്കുന്നത് ഉള്ള ഒരു കഥ. ഏതായാലും നല്ലൊരു സിനിമ, എല്ലാവർക്കും ധൈര്യപൂർവ്വം കാണാം. നല്ലൊരു വ്യത്യസ്ത ഒരു കഥ തന്നെയാണ്. തമിഴ്നാട്ടിൽ സംഭവമാണ്. പുറത്താരും പറയുന്നില്ലെന്ന് അറിയുന്നില്ലെന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ നാട്ടിൽ കാര്യങ്ങളാണ്. ആസിഫ് അലിയുടെ തിരിച്ചു പറവനും പറയുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ ഇതിന്റെ ടൈറ്റിൽ പറയണം. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭ്യന്തര കുറ്റവാളി. അപ്പം ഞാൻ വിചാരിച്ച ആഭ്യന്തര കുറ്റവാളി എന്ന ടൈറ്റിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത് ഇത് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കഥ പറയുന്ന സിനിമ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആസിഫ് അലിയും കൂടെ ആണല്ലോ. ഇവിടെ വന്നപ്പോൾ എന്താണ് അവസ്ഥ? നമ്മളെപ്പോഴത്തെ സാധാരണക്കാരന്റെ ഉള്ളിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്. ശരിക്കും ഒരു പുരുഷ സിനിമ തന്നെയാണ്. കാരണം സ്ത്രീകൾക്കെതിരല്ല ഈ സിനിമ. സ്ത്രീകളെ ഇത് മനസ്സിലാക്കേണ്ട കുറേ തെറ്റിദ്ധാരണമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പോകുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതൊരു ശരിക്കും വിവാദ സിനിമയാണ് ഈ സിനിമ. ഈ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ വിവാദം തന്നെയാണ്. ഇത് വിവാദം ഉണ്ടാക്കണം. കാരണം മനഃപൂർവ്വം വിവാദം ഉണ്ടാവണത്. കാരണം പുരുഷന്മാരുടെ ഉള്ളിൽ അവർ ഒതുക്കിയിട്ടുള്ള കുറേ വിഷമങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ എത്രത്തോളം വിജയം കാണുമെന്നുള്ളത് ഇത് ബ്ലോക്ക് ബസ്റ്ററാണ്. ആസിഫ് അലി ചെയ്ത രേഖാചിത്രത്തിന് ശേഷം, അതായത് ഇവിടെ മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്ന പദവി ഇനിയില്ല. അത് മമ്മൂട്ടി മോഹൻലാലോടുകൂടി അവസാനിക്കും. അതിനുശേഷം എന്താണുള്ള പുതിയ താരങ്ങൾ വരും, അഭിനയിക്കുന്നു. ഏറ്റവും നല്ല പെർഫോമറാണ്, നല്ല നടനാവുന്നത്. അങ്ങനെ പോകുന്ന ഒരു നടനാണ് ആസിഫ് അലി. അപ്പോൾ ജഗദീഷ് ഉണ്ട്, ആസിഫ് അലി ഉണ്ട്, പിന്നെ പല താരങ്ങളുണ്ട്. ഹരീഷ് റേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൈറ്റിംഗ് ആണെങ്കിലും ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും മികച്ച രീതിയിലാണ് പോകുന്നത്. സ്ത്രീ സമൂഹം മനസ്സിലാക്കേണ്ട കുറേ നിയമവശങ്ങളുണ്ട്. അതായത് അനാവശ്യമായിട്ട് നോക്കുക, പറയുക, ഇതെല്ലാം കേസാക്കി കോടതി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബബ്ബടിക്കും. ഇത് ഒന്നും അനുഭവ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പറ്റുന്നത്. അങ്ങനെ ഒരു ഇതിലായിട്ട് നടക്കുന്ന കുറേ സ്ത്രീ സമൂഹമുണ്ട്. അവർക്കെതിരെയുള്ള സിനിമയാണ്. അവരിത് പഠിക്കുക, ഈ സിനിമ ഒന്ന് കാണുക, സ്ത്രീകൾ കാണുക, പുരുഷന്മാർ കാണുക, എന്നിട്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ എന്താണോ പറയുന്നത് ആ രീതിക്ക് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷേ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്, അത് പാലിക്കുക. അതിനൊരു മെസ്സേജായിട്ടെങ്കിലും കണ്ടുകൊണ്ട് ഈ സിനിമ ഇത് ഹിറ്റ് ആവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സിനിമ എല്ലാവരും കാണണം.